സംസ്ഥാനത്ത് റാഗിംഗ് സംഭവങ്ങൾ തുടർക്കഥയാകുവാൻ കാരണം കേരള ഹൈക്കോടതിയുടെ 2 വിധിന്യായങ്ങൾ മൂലമാണെന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. വയനാട് പൂക്കോട് വെറ്റിനറി സർവകലാശാലയിൽ വിദ്യാർത്ഥിയായിരുന്ന JS സിദ്ധാർത്ഥിനെ ക്രൂരമായി ആക്രമിച്ചതിന്റെ ഫലമായാണ് മരണം സംഭവിച്ചതെന്ന് ആന്റി റാഗിംഗ് സ്ക്വാഡും കേസ് അന്വേഷിച്ച CBIയും റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. എന്നാൽ പ്രതികൾക്ക് ജാമ്യം നൽകുകയും തുടർ പഠനത്തിന് അവസരമൊരുക്കുകയും ചെയ്ത ഹൈക്കോടതിയുടെ വിധിന്യായങ്ങൾ കലാലയങ്ങളിൽ റാഗിംഗ് തുടർക്കഥയാകുവാൻ കാരണമായ രമേശ് ചെന്നിത്തല ആരോപിക്കുന്നു. കേരളത്തിലെ കലാലയങ്ങളിൽ എങ്ങനെ രക്ഷകർത്താക്കൾ തങ്ങളുടെ കുട്ടികളെ പഠിപ്പിക്കാൻ വിടും? എന്ത് വിശ്വസിച്ച് കുട്ടികളെ പഠിപ്പിക്കാൻ വിടും? സിദ്ധാർത്ഥൻ എന്ന പാവപ്പെട്ട ഒരു വിദ്യാർത്ഥിയെ തല്ലിക്കൊന്നിട്ട് 1 വർഷമാവുകയാണ്. നാളെ 18/2/2024 നാളെ 18/2/2025 ആ കുട്ടിയെ മർദ്ദിച്ച് കൊലപ്പെടുത്തിയ SFIക്കാരായ ഭീകരന്മാർക്ക് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇങ്ങനെ ഒരു സമീപനം സ്വീകരിച്ചത് തികച്ചും ദൗർഭാഗ്യകരമാണ്. കോടതി വിധികളെ നമുക്ക് വിമർശിക്കാം, കോടതി ജഡ്ജിയുടെ കണ്ടക്റ്റിനെ വിമർശിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഈ കോടതി വിധികളെ വിമർശിക്കുന്നു. ഈ കോടതി വിധികളാണ് ഇന്ന് കേരളത്തിൽ റാഗിംഗ് നടത്താൻ SFIക്കാർക്ക് പരസ്യമായ ലൈസൻസ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഈ കോട്ടയത്തിൽ നടന്ന സംഭവങ്ങൾ പോലും ഈ വിധിയുടെ വെളിച്ചത്തിൽ ഈ അക്രമകാരികൾക്ക് സംരക്ഷണം ഉറപ്പാവും. ന്യൂസ് ബ്യൂറോ, കോട്ടയം.